മക്കളെ, 3 മിനിറ്റ് പ്രാർത്ഥന ജെറൂസലേമിൽ നിന്ന് നിന്റെ പക്കലേക്ക് എത്തുകയാണ്. നിങ്ങൾ വിഷമിച്ചിട്ടാണോ ഈ പരീക്ഷ അഭിമുഖീകരിക്കാൻ പോകുന്നത്? കർത്താവ് പറയാണ് സന്തോഷിക്കാനായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട, ഏതെങ്കിലും കൊച്ചു അസുഖങ്ങളെ പ്രതി നീ വിഷമിക്കേണ്ട. വയറുവേദന, തലവേദന, അതുപോലെ തന്നെ മൈഗ്രെയിൻ. ഇന്നൊരു കൊച്ചു വന്നിട്ട് പറഞ്ഞു ഹൃദയത്തിൽ ഭയങ്കരമായ ഹൃദയമിടിപ്പ് കൂടുന്നു എന്ന്. ഇതാ കർത്താവ് നമ്മോട് പറയുന്ന വചനം കേൾക്കുക. ജോയലിന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ച് ഉല്ലസിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചെയ്യാൻ പോകുന്നു എന്നല്ല, ചെയ്തിരിക്കുന്നു. പലതരത്തിലുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമായി പരീക്ഷയെ അഭിമുഖീകരിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളോട്, കുടുംബങ്ങളോട്, യുവജനങ്ങളോട്, വിദ്യാർത്ഥികളോട് കർത്താവ് പറയുന്നു, ഞാനിതാ നിനക്കായി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് ദൈവം. വിശ്വാസം വേണം. അനുഗ്രഹങ്ങൾ വർഷിക്കുന്നവനാണ് ദൈവം. വിശ്വസിക്കണം. അഭിഷേകം ചെയ്യുന്നവനാണ് ദൈവം. വിശ്വസിക്കണം. വിശ്വസിക്കുന്ന നമ്മിൽ സംഭവിക്കും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ആത്മാവാണ് നമ്മിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗങ്ങളും രോഗപീഠകളെല്ലാം വിട്ടുപോകട്ടെ. ദുഃഖങ്ങളും ദുഃഖ ദുരിതങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.